Now we are going to discuss about some basic properties of congruences. First we have a theorem. For arbitrary integers a and b, a is congruent to b mod n if and only if a equal to b plus kn for some integer k. അതായത് എയും ബിയും കോൺഗ്രുവൻ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ എന്ന് എഴുതാം ഫോർ സം ഇൻറ്റിജർ കെ. അതുപോലെ തിരിച്ചും എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ ആണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ഇത് സപ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് നമുക്കറിയാം ഇതിൻ്റെ മീനിങ് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസിനെ എൻ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ്. എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഈക്വൽ ടു സം കെ എൻ വെർ കെ ഇസ് എൻ ഇൻറ്റിജർ എന്നെഴുതാൻ പറ്റും ബൈ ഡെഫിനിഷൻ. സോ എ ഈക്വൽ ടു എന്തെഴുതാം ബി പ്ലസ് കെ എൻ എന്നെഴുതാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട്. എ കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ആണെങ്കിൽ എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ ആയിരിക്കും. ഇനി കോൺവേഴ്സ് അസ്യൂം ചെയ്യുക. അതായത് സപ്പോസ് ദാറ്റ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ ഫോർ സം ഇൻറ്റിജർ കെ ബിലോങ്സ് ടു സെറ്റ്. അങ്ങനെ നമ്മൾ സപ്പോസ് ചെയ്തു. ദെൻ എ മൈനസ് ബി എന്ത് വരും? എ മൈനസ് ബി ഈക്വൽ ടു കെ ഇൻറ്റു എൻ. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. മൾട്ടിപ്പിൾ ഓഫ് എന്നിനെ നമ്മൾ ക്യാപിറ്റൽ എം ഓഫ് എൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെ ഡിനോട്ട് ചെയ്താൽ അതിനർത്ഥം മൾട്ടിപ്പിൾ ഓഫ് എൻ എന്നാണ്. അപ്പോൾ എ മൈനസ് ബീനെ ഒരു കെ ഇൻറ്റു എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് എഴുതാം എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താ? എയും ബിയും തമ്മിലുള്ള ഡിഫറൻസിനെ എൻ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ എന്നാണ്. സോ ദാറ്റ് ഈസ് ദി തിയറം. അപ്പോൾ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ എന്ന് എഴുതാൻ പറ്റണം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ദെൻ സെക്കൻഡ് വൺ, for arbitrary integers a and b, a is congruent to b modulo n if and only if a and b leave the same non-negative remainder when divided by n. അതായത് രണ്ട് ഇൻറ്റീജേഴ്സ് എയും ബിയും അത് കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ ആണെങ്കിൽ എക്കും ബിക്കും സെയിം നോൺ നെഗറ്റീവ് റിമൈൻഡർ ആയിരിക്കും. അതായത് എനെ നമ്മൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എനെ എ ബൈ എൻ കണ്ടു, എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ ബി ബൈ എന്നും ബീനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ രണ്ട് നമ്പറിനെയും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവയുടെ റിമൈൻഡർ അപ്പോൾ കിട്ടുന്ന നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തുമ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടുമല്ലോ. ആർന്ന് ഡിനോട്ട് ചെയ്യാം, സ്മാൾ ആർ. ആ റിമൈൻഡർ സെയിം ആയിരിക്കും. അതായത് എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ബീനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ സെയിം ആയിരിക്കും. ഇനി തിരിച്ചും ശരിയാണ്. എനെയും ബീനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ സെയിം ആണെങ്കിൽ നമുക്ക് എ കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ എന്ന റിലേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യുക എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡുലോ എൻ എന്ന് സപ്പോസ് ചെയ്തു. ദെൻ ഇതിൽ നിന്ന് എന്ത് കിട്ടും? എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. That is a minus b is a multiple of n. Some k into n, k belongs to z എന്ന് എഴുതാം. That is a equal to b plus kn എന്ന് എഴുതാം. That is another formula നമ്മൾ തിരിച്ചെഴുതിയാൽ kn plus b എന്ന് എഴുതാം. So this is equation number 1. ഇനി നമ്മൾ ബി എന്ന നമ്പറിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് അവിടെ ഒരു കോഷ്യൻ്റ് ഉണ്ടാവും, ഒരു റിമൈൻഡർ ഉണ്ടാവും. കോഷ്യൻറ്റിനെ സ്മാൾ ക്യൂ എന്നും റിമൈൻഡറിനെ സ്മോൾ ആർ എന്നും ഡിനോട്ട് ചെയ്താൽ നമുക്ക് ബി ഈക്വൽ ടു ബീനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ക്യൂ എൻ പ്ലസ് ആർ എന്ന് എഴുതാം. ആറിൻ്റെ വാല്യൂ 0 മുതൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ, 0 മുതൽ n-1 വരെയുള്ള ഒരു വാല്യൂ ആയിരിക്കും ആർ. ഇത് നമ്മൾ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് എഴുതുന്നതാണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി 1 നമ്മൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, എ ഈക്വൽ ടു കെ എൻ പ്ലസ് ബി. അപ്പോൾ എ ഈക്വൽ ടു കെ എൻ പ്ലസ് ബി 1. അപ്പോൾ ഫ്രം 1 and 2 എ ഈക്വൽ ടു കെ എൻ. ഈ ബിക്ക് പകരം എന്ത് കൊടുക്കുക? ക്യൂ എൻ പ്ലസ് ആർ എന്ന് കൊടുക്കുക. ക്യൂ എൻ പ്ലസ് ആർ. അപ്പോൾ അതിൽ രണ്ടിലും എൻ ഉണ്ട്, എൻ ഔട്ട് സൈഡ് എടുക്കാം. സോ എ ഈക്വൽ ടു എൻ ഇൻറ്റു ക്യൂ പ്ലസ് കെ പ്ലസ് ആർ എന്ന് കിട്ടും.
ദാറ്റ് ഈസ് ബീനെ നമ്മൾ എഴുതി QN + R. ബീനെ നമ്മൾ QN + R എന്നാണ് എഴുതിയത്. ഇപ്പോൾ എനെ എഴുതി നമ്മൾ N × Q ഒരു ഇൻറ്റിജറാണ്, K ഒരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് 2 ഇൻറ്റിജർ ആഡ് ചെയ്താൽ Q + Kയും ഒരു ഇൻറ്റിജർ ആയിരിക്കും. A = Q + K × N + R. അതായത് എനെ N കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള റിമൈൻഡർ 6 ആണ്. ബീനെ N കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള റിമൈൻഡറും 6 ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തത് A കോൺഗ്രുവൻറ്റ് ടു B മോഡുലോ N എന്നാണ്. അവസാനം നമുക്ക് കിട്ടിയത് രണ്ടിനും സെയിം റിമൈൻഡറാണ്, നോൺ നെഗറ്റീവ് റിമൈൻഡറാണ്. അതായത് നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, 0 ആവാം, പോസിറ്റീവ് ആവാം. അങ്ങനെ ഒരു റിമൈൻഡർ രണ്ടിനും സെയിം ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ തിരിച്ചുള്ള പ്രൂഫ് നോക്കണം. അതായത് നമ്മൾ സപ്പോസ് ചെയ്യുക എനെയും ബീനെയും N കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡറാണ് കിട്ടുന്നത് എന്ന് നമ്മൾ സപ്പോസ് ചെയ്താൽ, അപ്പോൾ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് A = Q1N + R എന്ന് എഴുതാം. അതുപോലെ B = Q2N + R. Q1 ഉം Q2 ഇൻറ്റിജേഴ്സാണ്. R എന്ന് പറഞ്ഞാൽ റിമൈൻഡറാണ്. 0 ≤ R > N ബൈ ഡിവിഷൻ അൽഗോരിതം. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? A is congruent to B മോഡുലോ N എന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്ത് പ്രൂവ് ചെയ്താൽ മതി? A - B Nൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമ്മളിവിടെ A ഉണ്ട്, B ഉണ്ട്. A - B ഒന്ന് കാണാം. A - B എന്ന് പറഞ്ഞാൽ രണ്ടും മൈനസ് ചെയ്യുക. Q1N + R. അതുപോലെ A - B = Q1N + R മൈനസ് Q2N + R. ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ Q1N + R മൈനസ് Q2N - R. R and R getting cancelled. Q1N minus A - B = Q1N minus Q2N കിട്ടും. N taken outside we get N × Q1 - Q2. അപ്പോൾ Q1 - Q2 നമുക്കൊരു Q3 എന്ന് കൊടുക്കാം അല്ലേ? Q3. Q1 ഇൻറ്റിജറാണ്, Q2 ഇൻറ്റിജറാണ്. 2 ഇൻറ്റിജർ തമ്മിൽ മൈനസ് ചെയ്താൽ വേറൊരു ഇൻറ്റിജർ കിട്ടും. അതിന് നമ്മൾ Q3 എന്ന് വിളിച്ചു. സോ A - B = Q3 × N. That is A - B = a multiple of N. That is N divides A - B. That means by the definition of congruence, A is congruent to B മോഡുലോ N എന്ന് കിട്ടും. സോ 2 പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്തു. Then next we have another theorem. Let N greater than 1 be fixed and A, B, C be arbitrary integers. N ഒരു ഫിക്സഡ് പോസിറ്റീവ് നമ്പറാണ്, 1നേക്കാൾ കൂടുതൽ. അതായത് 1 അല്ല, 2, 3, 4 എക്സെട്ര ഏതും ആവാം. എയും ബിയും സിയും ആർബിട്രറി ഇൻറ്റിജേഴ്സാണ്. ദെൻ ദ ഫോളോവിങ് പ്രോപ്പർട്ടീസ് ഹോൾഡ്. 3 പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഓരോ പ്രോപ്പർട്ടിക്കും പേരുണ്ട്. ഫസ്റ്റ് വൺ, A കോൺഗ്രുവൻറ്റ് ടു A മോഡുലോ N. അതായത് ഒരു നമ്പർ അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതിനെ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ദെൻ സെക്കൻഡ് വൺ, if A is congruent to B മോഡുലോ N, then B is congruent to A മോഡുലോ N. അതായത് A ബിയോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ തിരിച്ചും ശരിയായിരിക്കും, B എയോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും മോഡുലോ N. അതിനെ സിമ്മട്രിക് പ്രോപ്പർട്ടി എന്ന് പറയും. മൂന്നാമത്തത്, A is congruent to B മോഡുലോ N ഉം B is congruent to C മോഡുലോ N ഉം ആണെങ്കിൽ A is congruent to C മോഡുലോ N ആയിരിക്കും. അതായത് A ബിയോടും B സിയോടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എയും സിയും തമ്മിൽ കോൺഗ്രുവൻസ് ഉണ്ടായിരിക്കും. മോഡുലോ അല്ലാതും N തന്നെ. ഇതിന് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ ഈ കോൺഗ്രുവൻസ് എന്നുള്ള റിലേഷൻ ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു റിലേഷൻ, നമ്മൾ ഫങ്ഷനും റിലേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു റിലേഷൻ, അത് ഈ 3 പ്രോപ്പർട്ടി, റിഫ്ലെക്സിവിറ്റി, സിമ്മട്രിക്, അതുപോലെ ട്രാൻസിറ്റിവിറ്റി, ഈ 3 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസിനെ നമ്മളൊരു പേര് വിളിക്കും, ഇക്വിവാലൻസ് റിലേഷൻ എന്ന് പറയും. ഇക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ ഈ തിയറം വേറൊരു രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെ? കോൺഗ്രുവൻസ് ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ. പ്രൂവ് ദാറ്റ് കോൺഗ്രുവൻസ് ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാലും ഇതേ പ്രൂഫ് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പഠിച്ചു വെക്കേണ്ടി വരും. ദാറ്റ് ഈസ് A is congruent to A മോഡുലോ N. അതാണ് റിഫ്ലെക്സിവിറ്റി. അങ്ങനെ ഓരോ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എന്നിട്ട് അത് ഓരോന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് N ഒരു ഇൻറ്റിജറാണ്, A, B, C, D, R.
ആർബിട്രറി ഇൻറ്റിജേഴ്സാണ്, n ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രൂവ് ചെയ്യാതെ ഇതാണ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ n. അപ്പോൾ നമുക്ക് a മൈനസ് എ അറിയാം 0 ആണ്. 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0നെ 0 ഇൻറ്റു n എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് n ഡിവൈഡ് 0. ദാറ്റ് മീൻസ് എന്ത് പറയാൻ പറ്റും നമുക്ക്? കോൺഗ്രുവൻസിൻ്റെ പ്രോപ്പർ ഡെഫിനിഷനാണിത്. ഡിഫറൻസ്, രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് n ആണെങ്കിൽ 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n ആണ്. ഇവിടുന്ന് കിട്ടും നമുക്ക് 0നെ 0 ഇൻറ്റു n എന്ന് എഴുതാം. സോ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ n. ട്രിവിയലായിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി, റിഫ്ലെക്സിവിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്. ദെൻ നെക്സ്റ്റ് വൺ, അത് സിമ്മട്രിക് ആണ്, അതായത് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n ആണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇംപ്ലൈസ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ n എന്ന് ഇത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് തന്നത് നമ്മളെടുത്തു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n. അപ്പോൾ അതിൻ്റെ മീനിങ് എ മൈനസ് ബി എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സം കെ ഇൻറ്റു n എന്ന് എഴുതാം ഫോർ സം ഇൻറ്റിജർ കെ ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ്. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് കെ എൻ. അപ്പോൾ മൈനസ് ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് കെ എൻ. അപ്പോൾ മൈനസ് എ പ്ലസ് ബീനെ നമുക്ക് ബി മൈനസ് എ എന്ന് എഴുതാം. ബി മൈനസ് എ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എൻ. ഈ കെ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് കെയും ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ ബി മൈനസ് എനെ എന്നിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റും. മൈനസ് കെ ഇൻറ്റു n എന്ന് എഴുതാൻ പറ്റും. സോ ബൈ ഡെഫിനിഷൻ ഇതിൻ്റെ മീനിങ് എന്താ? n ഡിവൈഡ്സ് ബി മൈനസ് എ. കാരണം എന്താ? ബി മൈനസ് എ ഈക്വൽ ടു ഒരു നമ്പർ ഇൻറ്റു n, ഒരു ഇൻറ്റിജർ ഇൻറ്റു n എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ n. ദാറ്റ് ഈസ് ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺഗ്രുവൻസ് റിലേഷൻ എഴുതാം. ദാറ്റ് ഈസ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ n. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈഡ്. ദെൻ തേർഡ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടിയിൽ രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n ആണ്, ആൻഡ് ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡുലോ n. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, പ്രൂവ് ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡുലോ n. അപ്പോൾ ഫസ്റ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n എന്ന് നമുക്ക് എ മൈനസ് ബി ഒരു മൾട്ടിപ്പിളാണ് എന്നിൻ്റെ, കെ ഇൻറ്റു n എന്ന് എഴുതാം. സെക്കൻഡ് വണ്ണെന്ന് ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. കെയും എല്ലും ഇൻറ്റിജേഴ്സാണ്. അതായത് എ മൈനസ് ബി ഈക്വൽ ടു സം കെ ഇൻറ്റു n എന്ന് എഴുതാം. ബി മൈനസ് സി ഈക്വൽ ടു സം എൽ ഇൻറ്റു n. കെയും എല്ലും രണ്ട് ഇൻറ്റിജേഴ്സാണ്. ഇനി നമുക്ക് എ മൈനസ് സി ആണ് കിട്ടേണ്ടത് അല്ലേ? എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡുലോ n എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നിൻ്റെ മൾട്ടിപ്പിളാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എ മൈനസ് സി വരണം. അപ്പോൾ എ മൈനസ് സി വരണമെങ്കിൽ എന്ത് ചെയ്യാൽ മതി? ഇവ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു കെ എൻ പ്ലസ് എൽ എൻ. അപ്പോൾ മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് എ മൈനസ് സി ഈക്വൽ ടു, ഇവിടെ n കോമൺ ആണ്, കെ പ്ലസ് എൽ. കെ ഒരു ഇൻറ്റിജറാണ്, എൽ ഇൻറ്റിജറാണ്, കെ പ്ലസ് എല്ലും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എ മൈനസ് സി ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് n. ദാറ്റ് ഈസ് n ഡിവൈഡ്സ് എ മൈനസ് സി. ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡുലോ n എന്ന് കിട്ടും. That is transitive property also satisfied. Therefore, the congruence relation is an equivalence relation എന്ന് കിട്ടും. Then next we have another theorem. Let n greater than 1 be fixed and a, b, c, d be arbitrary integers. n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എ ബി സി ഡി 4 ഇൻറ്റിജേഴ്സ് എടുത്തിട്ടുണ്ട്, ആർബിട്രറി ഇൻറ്റിജേഴ്സാണ്. രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n ആണ്, അതുപോലെ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ഡി മോഡുലോ n ആണ്. ദെൻ 4 കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ,
A plus or minus C is congruent to B plus or minus C modulo n, and AC is congruent to BC modulo n. ഇവിടെ കോൺഗ്രുവൻ്റ് ആണ്, 3 ലൈൻ ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് A plus or minus C is congruent to B plus or minus D modulo n, and AC is congruent to BD modulo n. തേർഡ് വൺ, പവറുകൾ തമ്മിലുള്ള റിലേഷനാണ്. A raised to m is congruent to B raised to m modulo n for any positive integer m. Then A by m is congruent to B by m modulo n, where m divides A and m divides B, such that GCD of m and n equal to 1. അപ്പോൾ 4 കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ 2 എണ്ണം നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ ഇതിൽ ഈ ഓരോ റിലേഷനും കാണാതെ പഠിക്കുന്നതിന് പകരം എന്താണ് ഓരോന്നും ചെയ്യുന്നതിനുള്ള മെത്തേഡ് എന്ന് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിൽ 3ാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ആവശ്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ആ പ്രോപ്പർട്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യത്തേത് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻസ് ആണ് 2 എണ്ണം. A is congruent to B modulo n ആണ്. അതുപോലെ C is congruent to D modulo n ആണ്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത് A plus or minus C is congruent to B plus or minus C modulo n. അതായത് ഇവ തമ്മിലുള്ള സമ്മിൻ്റെ കാര്യമാണ് പറയണത്. ഇനി പ്രോഡക്റ്റിൻ്റെ കാര്യം. ഈ 2 കാര്യങ്ങളാണ് ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഇത് രണ്ടും പ്രൂവ് ചെയ്യാനുള്ളതാണ്. സോ A is congruent to B modulo n. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? A minus B equal to some K into n എന്ന് എഴുതാം, ഫോർ സം ഇൻറ്റിജർ K. ഓക്കെ, ഇനി നമുക്കിവ തമ്മിലുള്ള കോൺഗ്രുവൻസ് ആണ് വേണ്ടത്. അതായത് A plus or minus Cയും B plus or minus Cയും തമ്മിലുള്ള കോൺഗ്രുവൻ്റ്. അപ്പോൾ അത് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് n ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. A plus or minus C minus B plus or minus C ഈക്വൽ ടു, അപ്പോൾ A plus or minus C എന്ന് പറഞ്ഞാൽ ഒന്ന് A plus Cയും ഒന്ന് A minus C ആണ്. മറ്റേത് ഒന്ന് B plus C. ഇവിടെ പ്ലസ് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ് എടുക്കുക, മൈനസ് B മൈനസ് C. ഇതാണ് 2 എണ്ണം. ഏതായാലും നമുക്ക് റിലേഷൻ കിട്ടും. സിയും ഇവിടെ ക്യാൻസൽ ചെയ്തു A മൈനസ് B എന്ന് കിട്ടും. ഇവിടെയും മൈനസ് സിയും പ്ലസ് സിയും ക്യാൻസൽ ചെയ്തു A മൈനസ് B എന്ന് കിട്ടും. സോ ദിസ് ഈസ് A മൈനസ് B. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എല്ലായ്പ്പോഴും A മൈനസ് B ആയിരിക്കും. ഈ A മൈനസ് B എന്താണ്? KN എന്നാണ് നമ്മൾ കൊടുത്തത്, KN. അതായത് A പ്ലസ് ഓർ മൈനസ് സിയും B പ്ലസ് ഓർ മൈനസ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു മൾട്ടിപ്പിൾ ഓഫ് n ആണ്. മൾട്ടിപ്പിൾ ഓഫ് n ആണ്, K ഇൻറ്റു n ഫോർ സം K ബിലോങ്സ് ടു Z. K ഒരു ഇൻറ്റിജറാണ്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എന്താണ്? ഡിഫറൻസ് മൾട്ടിപ്പിൾ ഓഫ് n ആണെങ്കിൽ അവ തമ്മിൽ കോൺഗ്രുവൻ്റ് ആയിരിക്കും. A പ്ലസ് ഓർ മൈനസ് സി ഈസ് കോൺഗ്രുവൻ്റ് ടു B പ്ലസ് ഓർ മൈനസ് സി മോഡുലോ n എന്ന് പറയാം. ഇനി ഇതേപോലെ എ സിയും ബി സിയും തമ്മിലുള്ള റിലേഷൻ കാണും. അപ്പോൾ നമ്മൾ എ സിയും ബി സിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. എ സി മൈനസ് ബി സി കാണും. എ സി മൈനസ് ബി സി, ദറ്റ് ഈസ് സി കോമൺ ആണ്. സി ഇൻറ്റു എ മൈനസ് ബി. ഈ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? കെ എൻ ആണ്. അപ്പോൾ എ സി മൈനസ് ബി സിനെ സി കെ, സി ഒരു ഇൻറ്റിജറാണ്, കെ ഒരു ഇൻറ്റിജറാണ്, സി കെയും ഒരു ഇൻറ്റിജറാണ്. ഒരു ഇൻറ്റിജർ ഇൻറ്റു എൻ, ദറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റും. സോ ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡുലോ എൻ എന്നെഴുതാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡുലോ എൻ. അതുപോലെ എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഡി മോഡുലോ എൻ. ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 2 റിലേഷൻസ് എടുക്കുക. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എ മൈനസ് ബി ഈക്വൽ ടു സം കെ ഇൻറ്റു എൻ എഴുതാം, അല്ലേ? അതുപോലെ രണ്ടാമത്തത് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ഡി മോഡുലോ എൻ. അതിൽ നിന്നും സി മൈനസ് ഡി,
is a multiple of n. That is L into n എന്ന് എഴുതുന്നുണ്ട്, where k and L are integers. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. നേരത്തെ ചെയ്തതുപോലെ a പ്ലസ് ഓർ മൈനസ് സി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡി. അപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷനും സിയും ഡിയും എടുക്കുക. അതോ എ മൈനസ് ബി, സെൻട്രലിൽ പ്ലസ് ഓർ മൈനസ് വരും, പ്ലസ് ഓർ മൈനസ് സി മൈനസ് ഡി എന്ന് കിട്ടും. ഇനി എ മൈനസ് ബി സി മൈനസ് ഡി, ഇതിന് രണ്ടിനും നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, കെ എന്നും എൽ എന്നും. കെ എൻ പ്ലസ് ഓർ മൈനസ് എൽ എൻ, ദാറ്റ് ഈസ് കെ പ്ലസ് ഓർ മൈനസ് എൽ ഇൻറ്റു എൻ. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കെയും എല്ലും ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് കെ പ്ലസ് എല്ലും കെ മൈനസ് എല്ലും എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അപ്പോൾ അതൊരു മൾട്ടിപ്പിൾ ഓഫ് എൻ ആണ്, എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ. അതായത് ഈ ഡിഫറൻസ് എന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ പ്ലസ് ഓർ മൈനസ് സി ഈസ് കോൺഗ്രുവൻ ടു ബി പ്ലസ് ഓർ മൈനസ് ഡി മോഡുലോ എൻ എന്ന് കിട്ടും. ഇനി ഇതുപോലെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അതായത് എ സി ഈസ് കോൺഗ്രുവൻ ടു ബി ഡി മോഡുലോ എൻ എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ എ സി മൈനസ് ബി ഡി കണ്ടാൽ മതി മൾട്ടിപ്പിൾ ഓഫ് എൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എ സി കാണാം. എ സി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി നമ്മൾ എഴുതി, എന്താ എഴുതിയത്, കെ എൻ അല്ലേ. അപ്പോൾ എ ഈക്വൽ ടു ബി പ്ലസ് കെ എൻ എഴുതാം. അതുപോലെ സി മൈനസ് ഡി നമ്മൾ എഴുതി എൽ എൻ, അപ്പോൾ സി ഈക്വൽ ടു ഡി പ്ലസ് എൽ എൻ എഴുതാം. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ബി പ്ലസ് കെ എൻ ഇൻറ്റു ഡി പ്ലസ് എൽ എൻ. ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ബി ഡി പ്ലസ് ബി എൽ എൻ പ്ലസ് കെ ഇൻറ്റു ഡി എൻ പ്ലസ് കെ എൽ എൻ സ്ക്വയർ. അപ്പോൾ ബി ഡി പ്ലസ് ബാക്കിയുള്ള എല്ലാത്തിലും എൻ ഉണ്ട്, എൻ ഔട്ട് സൈഡ് എടുക്കുക, ബി എൽ പ്ലസ് കെ ഡി പ്ലസ് കെ എൽ എൻ, രണ്ട് എൻ ഉണ്ട് ഇവിടെ, അതിലൊന്ന് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇതൊരു ഇൻറ്റീജറായിട്ട്. അപ്പോൾ എ സി ഈക്വൽ ടു ബി ഡി പ്ലസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കിട്ടും. അപ്പോൾ എ സി മൈനസ് ബി ഡി ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എൻ. ദാറ്റ് ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ സി ഈസ് കോൺഗ്രുവൻ ടു ബി ഡി മോഡുലോ എൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പ്രോപ്പർട്ടി. ദെൻ തേർഡ് വൺ പവറാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. എയും ബിയും എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എൻ ആണെങ്കിൽ എ റൈസ് ടു എം ഈസ് കോൺഗ്രുവൻ ടു ബി റൈസ് ടു എം മോഡുലോ എൻ ആയിരിക്കും. അതായത് രണ്ട് നമ്പർ തമ്മിൽ കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ടെങ്കിൽ അവയുടെ ഏത് പവർ തമ്മിലും കോൺഗ്രുവൻസ് റിലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഈസ് കോൺഗ്രുവൻ ടു 3 മോഡുലോ 2 ആണ് അല്ലേ. 5 മൈനസ് 3, അതിൻ്റെ 5 മൈനസ് 3 എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. 2 ഡിവൈഡ്സ് 2 ആണ്. അപ്പോൾ ഇനി നമ്മൾ 5 സ്ക്വയർ ഈസ് കോൺഗ്രുവൻ ടു 3 സ്ക്വയർ മോഡുലോ 2 എന്ന് എഴുതാം. അതേപോലെ 5ൻ്റെ ഏത് പവറും 5 റൈസ് ടു 100 ഈസ് കോൺഗ്രുവൻ ടു 3 റൈസ് ടു 100 മോഡുലോ 2. ഇതൊക്കെ ശരിയായിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്, ഈ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് രണ്ട് സൈഡിലും ഒരേ പവർ എടുക്കണം. ഇവിടെ 2 എടുത്താൽ ഇവിടെയും 2 എടുക്കണം, 100 എടുത്താൽ രണ്ട് സൈഡിലും 100 എടുക്കണം. അപ്പോൾ ജനറലി എ റൈസ് ടു എം ഈസ് കോൺഗ്രുവൻ ടു ബി റൈസ് ടു എം മോഡുലോ എൻ. ഇവിടെ പവർ ഒന്നും എടുക്കണ്ട, മോഡുലോ എൻ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എം ഈക്വൽ ടു 1 ആവുമ്പോൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എ റൈസ് ടു എം നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. എം 1 ആയാൽ എന്ത് വരും, എ റൈസ് ടു 1 ഈസ് കോൺഗ്രുവൻ ടു ബി റൈസ് ടു 1 മോഡുലോ എൻ. അതായത് എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എൻ. ഇത് തന്നിട്ടുള്ളതാണ്, ഇത് ട്രൂ ആണ്, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുക ഇൻഡക്ഷൻ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എമ്മിന് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് എ റൈസ് ടു എം ഈസ് കോൺഗ്രുവൻ ടു ബി റൈസ് ടു എം മോഡുലോ എൻ ആണ്. ഇനി നമ്മൾ m+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചത് എ ഈസ് കോൺഗ്രുവൻ ടു ബി മോഡുലോ എൻ ആണ്. അതുപോലെ സി ഈസ് കോൺഗ്രുവൻ ടു ഡി മോഡുലോ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ
ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എ സി, എയും സിയും മൾട്ടിപ്ലൈ ചെയ്തു, ഈസ് കോൺഗ്രുവൻറ്റ് ടു ബിയും ഡിയും. ബി ഡി മോഡുലോ എൻ ആണ്. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് കോൺഗ്രുവൻസ്, ഇത് സെക്കൻഡ് കോൺഗ്രുവൻസ്. അപ്പോൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു എ റൈസ് ടു എം ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു ബി റൈസ് ടു എം മോഡുലോ എൻ. എ ഇൻറ്റു എ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് വൺ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എം പ്ലസ് വൺ മോഡുലോ എൻ. ദാറ്റ് ഈസ് എം പ്ലസ് വണ്ണിനും ഈ തിയറം ഈ റിസൾട്ട് ട്രൂ ആണ്. സോ ഏത് എം എടുത്താലും ഈ റിസൾട്ട് ട്രൂ ആണ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ദാറ്റ് ഈസ് എ റൈസ് ടു എം ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റൈസ് ടു എം മോഡുലോ എൻ ഫോർ എവരി ഇൻറ്റിജർ, ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ എം. ഏത് പോസിറ്റീവ് ഇൻറ്റിജർ, പോസിറ്റീവ് പവറിനെ ഇത് ശരിയാവുള്ളൂ, നെഗറ്റീവ് പവർ എടുത്താൽ കോൺഗ്രുവൻസ് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതാണ് തേർഡ് പ്രോപ്പർട്ടി. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, ഫോർത്ത് വൺ പറയുന്നത് എ ബൈ എം ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ബൈ എം മോഡുലോ എൻ ആണെന്നാണ്. എമ്മിന് പ്രോപ്പർട്ടി ഉണ്ട്. എം എന്ന് പറയുന്നത് എം ഡിവൈഡ്സ് എ ആണ്, എം ഡിവൈഡ്സ് ബി ആണ്. ജി സി ഡി ഓഫ് എം ആൻഡ് എൻ, എമ്മിൻ്റെയും ഈ മോഡലിൽ എടുക്കുന്ന നമ്പറിൻ്റെയും ജി സി ഡി 1 ആയിരിക്കണം. അതായത് എം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ ഡിവൈസറാണ്. എം എന്നും തമ്മിലുള്ള ജി സി ഡി 1 ആണ്, റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ ഫസ്റ്റ് എം ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു സം K1 ഇൻറ്റു എം എന്ന് എഴുതാം അല്ലേ. അതുപോലെ എം ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു സം K2 ഇൻറ്റു എം, വേർ K1 ആൻഡ് K2 ആർ ഇൻറ്റിജേഴ്സ്. ഇനി എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് എന്തെഴുതാം, എ മൈനസ് ബി എന്ന് പറയുന്നത് കെ ഇൻറ്റു എൻ ആണെന്ന് എഴുതാം. ഫോർ സം കെ ബിലോങ്സ് ടു സെറ്റ്, ഫോർ സം ഇൻറ്റിജർ കെ. ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് എൻ ആയിരിക്കും, കെ ഇൻറ്റു എൻ ആയിരിക്കും. ഇനി എക്കും ബിക്കും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ഇക്വേഷൻസ്, ആ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈക്വൽ ടു എന്താണ്, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കെ എൻ ആണ്. ദാറ്റ് ഈസ് എക്ക് പകരം K1 ഇൻറ്റു എം എന്നും ബിക്ക് പകരം K2 ഇൻറ്റു എമ്മും ഈക്വൽ ടു കെ എൻ. അപ്പോൾ ഇവിടെ എം കോമൺ ആണ്. അപ്പോൾ K1 മൈനസ് K2 ഇൻറ്റു എം ഈക്വൽ ടു കെ എൻ. ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് K1 മൈനസ് K2 ഇൻറ്റു എം എന്നെഴുതാം. ദാറ്റ് ഈസ് എൻ ഡിവൈഡ്സ് ഒന്ന് തിരിച്ചെഴുതിയാൽ എം ഇൻറ്റു K1 മൈനസ് K2 അല്ലേ. ഇതിൽ എമ്മും എന്നും തമ്മിലുള്ള ജി സി ഡി 1 ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, നമ്മളൊരു യൂക്ലിഡ്സ് ലെമ്മ എന്ന് പറഞ്ഞിട്ടൊരു ലെമ്മ പഠിച്ചിട്ടുണ്ട്. അതായത് എ ഡിവൈഡ്സ് ബി സി, എയും ബിയും തമ്മിലുള്ള ജി സി ഡി 1 ആണെങ്കിൽ എ ഡിവൈഡ്സ് ബി സി ഇംപ്ലൈസ് എ ഡിവൈഡ്സ് സി ആണ്. അപ്പോൾ ഇവിടെ എന്നും എമ്മും തമ്മിലുള്ള ജി സി ഡി 1 ആണ്. സോ എൻ ഡിവൈഡ്സ് എം ഇൻറ്റു അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ ഡിവൈഡ്സ് K1 മൈനസ് K2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് എൻ ഡിവൈഡ്സ് K1 മൈനസ് K2. ഇനി K1 K2 എന്താ, ഇവിടുന്ന് K1 ഈക്വൽ ടു എ ബൈ എം എന്നിട്ടും K2 ഈക്വൽ ടു ബി ബൈ എം എന്നും കിട്ടും. സോ എൻ ഡിവൈഡ്സ് K1 മൈനസ് K2 ഇംപ്ലൈസ് എൻ ഡിവൈഡ്സ് എ ബൈ എം മൈനസ് ബി ബൈ എം. അതായത് എ ബൈ എം മൈനസ് ബി ബൈ എം എന്നുള്ളത് ഒരു മൾട്ടിപ്പിൾ ഓഫ് എൻ ആണ് എന്ന് കിട്ടും. സോ ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് എ ബൈ എം ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ബൈ എം മോഡുലോ എൻ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഫോർത്ത് പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഒരു സമ്മിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കാര്യം പറഞ്ഞിരുന്നു. അത് 2 നമ്പറിനാണ് നമ്മൾ പറഞ്ഞത്. എ പ്ലസ് ഓർ മൈനസ് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി പ്ലസ് ഓർ മൈനസ് സി മോഡുലോ എൻ എന്ന് പറഞ്ഞിരുന്നു. എയും ബിയും തമ്മിൽ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അത് 2 നമ്പർ മാത്രം എടുക്കുമ്പോഴല്ല, 3, 4, 5 അങ്ങനെ എത്ര നമ്പർ എടുക്കുമ്പോഴും അത് ട്രൂ ആണ്. ദാറ്റ് ഈസ് ഇഫ് A1 ഈസ് കോൺഗ്രുവൻറ്റ് ടു B1 മോഡുലോ എൻ, അതേപോലെ A2 ഈസ് കോൺഗ്രുവൻറ്റ് ടു B2 മോഡുലോ എൻ എക്സെട്ര. നമ്മൾ ഒരുപാട് നമ്പർ എടുത്തു. AN ഈസ് കോൺഗ്രുവൻറ്റ് ടു
എ എൻ വേണ്ട, എൻ ആൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു എ കെ എന്ന് എടുക്കാം. എ കെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി കെ മോഡുലോ എൻ ആണെങ്കിൽ ഇവ ഓരോന്നും തമ്മിൽ ആഡ് ചെയ്യാം. എല്ലാതും ഒന്നിച്ച് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് A1 ആഡ് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ശരിയാണ്. A1 പ്ലസ് ഓർ മൈനസ് A2 പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് AK ഈസ് കോൺഗ്രുവൻറ്റ് ടു B1 പ്ലസ് ഓർ മൈനസ് B2 പ്ലസ് ഓർ മൈനസ് എക്സെട്ര പ്ലസ് ഓർ മൈനസ് BK മോഡുലോ n ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റും A1 ഇൻറ്റു A2 ഇൻറ്റു A3 ഇൻറ്റു എക്സെട്ര AK ഈസ് കോൺഗ്രുവൻറ്റ് ടു B1 ഇൻറ്റു B2 ഇൻറ്റു B3 ഇൻറ്റു എക്സെട്ര BK മോഡുലോ n. അതായത് ഈ റിസൾട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.